സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ CPM തങ്ങളെ നിരന്തരമായി അവഗണിക്കുന്നതായി കേരള കോൺഗ്രസ് എം. അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതാണ് അതൃപ്തിക്ക് കാരണം. പല ബാങ്ക് ഭരണസമിതികളും CPM കുത്തകയായി മാറ്റിയെന്നും വിമർശനമുണ്ട്. സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിലെ പരിഗണനയെ ചൊല്ലി CPMുമായി അകൽച്ചയിലാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഉള്ളത്. പാർട്ടിക്ക് സ്വാധീനമുള്ള പാലായിലും കടുത്തുരുത്തിയിലും CPMന് അർഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകി. കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ അർഹമായ പ്രാതിനിധ്യം കേരള കോൺഗ്രസിന് ലഭിച്ചുമില്ല. കുമരകം, തിരുവാർപ്പ്, കാരാപ്പുഴ, പനിച്ചിക്കാട് ബാങ്ക് ഭരണസമിതികൾ CPM കുത്തകയാക്കിയതായും കേരള കോൺഗ്രസിന് അഭിപ്രായമുണ്ട്. സീറ്റ് വിഭജനത്തിൽ CPMന്റെ ഏകപക്ഷീയമായ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നും കേരള കോൺഗ്രസിന്റെ ആശങ്കയ്ക്ക് കാരണമാണ്. എന്നാൽ മുന്നണിയിൽ ഭിന്നതയുണ്ട് എന്ന വാർത്ത പാർട്ടി ജില്ലാ നേതൃത്വം തള്ളുന്നുമുണ്ട്. CPMന്റെ രാജ്യസഭാ സീറ്റ് പോലും വിട്ടു നൽകി കേരള കോൺഗ്രസിന് പരിഗണന നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് CPM ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വലിയ വാശി പിടിക്കേണ്ടി വന്നു കേരള കോൺഗ്രസ് എമ്മിന് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. കേരള കോൺഗ്രസ് മുന്നണി വിടാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച വേണം എന്ന തീരുമാനത്തിലാണ് രാജ്യസഭാ സീറ്റ് പോലും കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നത്. മുന്നണി മാറ്റം എന്ന തരത്തിൽ പ്രചരിക്കുന്നത് പൊളിറ്റിക്കൽ ഗോസപ്പാണെന്നും ജയപരാജയങ്ങളെല്ലാം മുന്നണി മാറ്റം തീരുമാനിക്കുന്നതെന്നുമാണ് അതിനെ സംബന്ധിച്ച് ജോസ് കെ മാണി പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും അത്തരമൊരു വെല്ലുവിളി ആദ്യം മുതലേ ഇടതുമുന്നണിയിൽ നേരിടുന്നുണ്ടായിരുന്നു. ഏറെ ചർച്ചകൾക്കൊടുവിൽ രാജ്യസഭാ സീറ്റിൽ CPM കേരള കോൺഗ്രസിന് വഴങ്ങിയതിന് പിന്നിൽ കോട്ടയത്തെ BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണക്കാക്കിയിരുന്നു. കേന്ദ്രത്തിൽ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ലഭിച്ചതടക്കമുള്ള കാര്യങ്ങൾ സീറ്റ് വിട്ടു നൽകാൻ CPMനെ നിർബന്ധിതമാക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട ക്രൈസ്തവ വിഭാഗങ്ങളെ തണുപ്പിക്കാൻ തീരുമാനം സഹായകരമാകുമെന്ന് CPMും ഇടതുമുന്നണിയും കരുതി. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും വിമർശനങ്ങളും രാജ്യസഭാ സീറ്റ് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കുകയാണ് കേരള കോൺഗ്രസ് ചെയ്തത്. അവസാന മണിക്കൂർ വരെ നീണ്ട ഉഭയകക്ഷി ചർച്ചകൾക്കും രാഷ്ട്രീയ ഉദ്യോഗങ്ങൾക്കും ഒടുവിലാണ് രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം പോലും നടന്നത്. കേരള കോൺഗ്രസ് എമ്മിന് അത് രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. സീറ്റ് ലഭിക്കുമെന്ന് നേതാക്കൾ പ്രതീക്ഷ പങ്കുവച്ചിരുന്നുവെങ്കിലും CPM സീറ്റ് വിട്ടു നൽകുമെന്ന് കരുതിയിരുന്നുമില്ല. കോട്ടയത്തു നിന്നുള്ള BJP നേതാവ് ജോർജ് കുര്യനെ മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി ഉൾപ്പെടുത്തിയത് കേരള കോൺഗ്രസ് എമ്മിന് കേരളത്തിൽ ഗുണമായി. ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്നതിലൂടെ ലഭിക്കുമെന്നതും CPM മുൻകൂട്ടി കണ്ടിരുന്നു. ബിഷപ്പ് കുർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ക്രൈസ്തവ വിഭാഗം തണുപ്പിക്കുകയും മതമേലധ്യക്ഷന്മാരുടെ എതിർപ്പ് ഒഴിവാക്കാനും സഹായിക്കുമെന്ന് LDF വിലയിരുത്തുകയും ചെയ്തിരുന്നു. MP ഇല്ലെങ്കിൽ പാർട്ടിയുടെ അംഗീകാരത്തിന് തിരിച്ചടിയാകുമെന്ന കേരള കോൺഗ്രസ് വാദവും പരിഗണിച്ചിരുന്നു. കോട്ടയത്തെ തോൽവിയിൽ പ്രതിരോധത്തിലായ ജോസ് കെ മാണിക്കും കൂട്ടർക്കും രാജ്യസഭാ സീറ്റ് വലിയ ആശ്വാസവുമായി. പാർട്ടി ചെയർമാന് പാർലമെന്ററി സ്ഥാനം കൂടി ലഭിക്കുന്നതോടെ മുന്നണി മാറ്റ ചർച്ചകൾ പ്രതിരോധിക്കാനും പാർട്ടി അണികൾക്ക് കഴിയുമെന്നതായിരുന്നു ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തുതന്നെയാണെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ വലിയ തരത്തിലുള്ള പുകച്ചിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഘടകം. LDFനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിലുള്ള അകൽച്ച ഘടകകക്ഷികൾ പ്രകടമായി കാണാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം RJD ആണെങ്കിലും NCP ആണെങ്കിലും കേരള കോൺഗ്രസ് എം ആണെങ്കിലും CPI ആണെങ്കിലും കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യം കൂടി ആയതിനാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉള്ളിൽ പോലും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ ആഘാതമായിരിക്കും സൃഷ്ടിക്കുക. മാത്രമല്ല ഇനി രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് സീറ്റുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും RJDയും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ RJDയുടെ ആ ആഗ്രഹത്തെ CPM ആണെങ്കിലും LDF ആണെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യമായിരുന്നു. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു RJD ഉണ്ടായിരുന്നത്. മാത്രമല്ല മുന്നണി മാറ്റത്തിലേക്ക് RJD നീങ്ങാനുള്ള സാധ്യതയും അന്നേ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. ശേഷം PV അൻവർ വിഷയത്തിലും RJD ADGPക്ക് എതിരെ അന്വേഷണം വേണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആ വാക്കുകളെല്ലാം തന്നെ നിരസിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് RJDക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. RJDയുടെ വാക്കിന് യാതൊരു വിലയും CPM കൽപ്പിക്കുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് RJD എത്തുന്നതിന് സാഹചര്യമായി. അപ്പോഴും ഉയർന്നു കേട്ടതാണ് ഇതേ മുന്നണി മാറ്റം. ഇനി NCPയിലേക്ക് വരികയാണെങ്കിൽ NCPയെ സംബന്ധിച്ച് ഇപ്പോൾ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പാർട്ടി ഒരു പിളർപ്പിലേക്കുള്ള സാധ്യതയും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് UDFിലേക്ക് ചേക്കേറുമോ എന്ന ആശങ്കയുമുണ്ട്. അതായത് LDFനെ സംബന്ധിച്ച് NCPയിൽ നിന്നും മറ്റൊരു മുന്നണി മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഇനി കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ തീർത്തും വലതുപക്ഷ സ്വഭാവമുള്ള കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ചേരിയിലേക്ക് വന്നതിന് ശേഷം കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ തീരുമാനങ്ങളും നയങ്ങളൊന്നും തന്നെ മനസ്സിലാകാത്ത മട്ടിലാണ് കേരള കോൺഗ്രസ് എം ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അർഹിക്കുന്ന അംഗീകാരം കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നതും കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട വസ്തുത പൊതുവേദികളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കനത്ത വിമർശനങ്ങളും അവഗണനകളും ലഭിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തോമസ് ചാഴിക്കാടനെ വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും വലിയ ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതലേ ഉയർന്നു കേൾക്കുകയാണ് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസും യഥാർത്ഥത്തിൽ വീർപ്പുമുട്ടുകയാണ് എന്ന്. സ്വാഭാവികമായും അത്തരമൊരു വീർപ്പുമുട്ടൽ അഥവാ ശ്വാസം മുട്ടൽ അവസാനിപ്പിക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചാൽ അതും ഇടതുമുന്നണിക്ക് കനത്ത പ്രതിരോധം തന്നെയായിരിക്കും തീർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത CPI സംബന്ധിച്ചാണ്. CPI സംബന്ധിച്ച് CPIയും തങ്ങളുടെ ധാർമ്മിക ബോധം പോലും മറന്നുകൊണ്ടാണ് CPMന് കൂട്ടുനിൽക്കുന്നത് എന്നുള്ള വിമർശനം പരക്കെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്ര വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച സാഹചര്യത്തിലും CPI സംബന്ധിച്ച് UDFിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഈ എല്ലാ സാഹചര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഇടതുമുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യതയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലുള്ള ഈ ചെറിയ അസ്വസ്ഥത പോലും അതീവ ഗൗരവത്തോടെ തന്നെ ഇടതുമുന്നണി വീക്ഷിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇടതുമുന്നണിക്ക് അഥവാ LDFന് ഉണ്ടാവുക.